ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19 വാക്യം 28. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 28 തിരുവചനം യേശു കാൽവരിയിൽ ക്രൂശിൽ വെച്ച് മൊഴിഞ്ഞ 5-ാം മൊഴിയാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത്. ഇവിടെ നാം യേശുവിൻ്റെ ദാഹത്തെ കാണുകയാണ്. ഇതൊരു മനുഷ്യൻ്റെ ദാഹമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ദാഹമെന്ന് പ്രത്യേകം നാം ഓർമ്മിക്കേണ്ടതാണ്. നമുക്കറിയാം, നാം പലപ്പോഴും ഓരോ ദിവസവും പല പ്രാവശ്യം ഉപയോഗിക്കുന്ന പദങ്ങളിലൊന്നാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത്. ഇവിടെ നാം കാണുന്ന യേശുവിൻ്റെ ദാഹം വളരെ ആഴമായ ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഇത് വെറുമൊരു പൈതാഹമല്ല, അഥവാ ഇത് വെറുമൊരു ശാരീരികമായ ജലത്തിനു വേണ്ടിയുള്ള ദാഹമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുവാനുള്ള, നീതിക്ക് വേണ്ടിയുള്ള ദാഹം, അധർമ്മത്തിനെതിരെ ധർമ്മം നിവൃത്തിയാകുവാനുള്ള ദാഹം, പാപത്തിനെതിരെ പ്രായശ്ചിത്തം നൽകുവാനുള്ള ദാഹം, തൻ്റെ സൃഷ്ടികളിൽ സകലജാതി ജനങ്ങളും, അഥവാ തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള ദാഹം. ഈ ദൈവത്തിൻ്റെ ദാഹത്തിൻ്റെ ആ ആഴം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. എവിടെ അനീതി നടക്കുന്നുവോ, ആരെല്ലാം അനീതി നേരിടുന്നുവോ, അനുഭവിക്കുന്നുവോ, അവിടെ ഒരു ദാഹമുണ്ട്, ദൈവത്തിൻ്റെ ദാഹം, നീതി നടപ്പാക്കുവാൻ, അഥവാ നീതി ആവശ്യമായിരിക്കുന്നവർക്ക് അത് ലഭ്യമാക്കുവാൻ. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുന്ന, എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്ന, കൈവിടപ്പെട്ട അവസ്ഥയിലുള്ളവർക്ക്, സ്ഥിതിയിലുള്ളവർക്ക് ഒരു യഥാസ്ഥാനപ്പെടൽ, അതിനുവേണ്ടിയുള്ള ഒരു ദാഹം. ദൈവത്തിന് ദാഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. അതെ, ദൈവത്തിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിൽ യേശു പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഈ പട്ടിക നീണ്ടുപോവുകയാണ്. അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു, എപ്പോഴാണ് ദൈവമേ ഞങ്ങൾ ഇതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തത്? ദൈവം പറയുന്നു, ഈ എളിയവർക്ക് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. നിങ്ങൾ മറ്റുള്ളവരുടെ വിശപ്പ് ശമിപ്പിച്ചപ്പോൾ എൻ്റെ വിശപ്പ് ശമിപ്പിച്ചു. മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിച്ചപ്പോൾ എൻ്റെ ദാഹം ശമിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദാഹം ഇന്നും അപ്രകാരം തന്നെ നമുക്കൊരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിലായിരിക്കുന്നു.
നമ്മുടെ ചുറ്റും ആത്മീയമായ വിശപ്പോടെ, ആത്മീയമായ ദാഹത്തോടെ, ആത്മീയമായി ഇടംബലം തിരിച്ചറിയാതെ, ആത്മീയ സുബോധം നഷ്ടപ്പെട്ടവരായി, ആത്മരക്ഷ പ്രാപിക്കാത്തവരായി ഒരു വലിയ സമൂഹമുണ്ട്. അവരുടെ രക്ഷ സാധ്യമായി തീരുന്നതുവരെ ദൈവത്തിൻ്റെ ഈ ആത്മദാഹം ഒരിക്കലും ശമിക്കുകയില്ല. കർത്താവിന് ഇന്നും ദാഹിക്കുകയാണ്. അതെ, കർത്താവിന് ഇന്നും ദാഹിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള ദാഹം? അതെ, ഈ എളിയവരിൽ അഥവാ നമ്മുടെ സമൂഹത്ത് കാണുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്നേഹം അറിയാത്തവർ, രക്ഷ പ്രാപിക്കാത്തവർ, അവർക്കൊക്കെ നിത്യജീവൻ എന്ന് ലഭിക്കും അന്നുവരെ ദൈവത്തിൻ്റെ ഈ ദാഹം തുറന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടലാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹ